إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. ഏറ്റവും സ്നേഹം നിറഞ്ഞ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞ നിർദ്ദേശങ്ങളും റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമൊഴികളും ചര്യകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ആ രൂപത്തിൽ മരണപ്പെടുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി ഗ്രഹിക്കും. 19-ാം അധ്യായം സൂറ മറിയമിലെ 96-ാമത്തെ വചനമാണ് ആമുഖത്തിൽ കേൾക്കുന്നത്. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വല്ലാത്തൊരു നിഅമത്തിനെ കുറിച്ചാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്തരം ആളുകൾക്കിടയിൽ അല്ലാഹു സ്നേഹം ഇട്ടുകൊടുക്കും, ഇഷ്ടം ഇട്ടുകൊടുക്കും എന്നാണ്
ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന തീർച്ചയായും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരാളും തന്നെ ഞാൻ വെറുക്കപ്പെട്ടവനാകണം, ഞാൻ അവന്റെ കണ്ണിലെ ഒരു കരടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. തന്റെ മാതാപിതാക്കളുടെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മക്കൾ മാതാപിതാക്കളെ ഇഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്ന, അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. തന്റെ കൂട്ടുകാരൻ, കൂട്ടുകാരി, അയൽവാസി, സഹപ്രവർത്തകൻ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, എന്നെ പരിഗണിക്കണം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടം നേടുന്ന, എല്ലാവരിലും ഒരു പരിഗണനീയനായിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നേടുന്നതിനു വേണ്ടി പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർക്കെന്താണ് ഇഷ്ടപ്പെട്ട വസ്തു അത് ഹദിയ കൊടുത്തുകൊണ്ട്, ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട്, അവർക്ക് നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ട്, അവരോടൊപ്പം സംസാരിച്ചുകൊണ്ട്, അവരുടെ കൂടെ യാത്ര പോയിക്കൊണ്ട്, അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, കർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ഇങ്ങനെ പല രൂപത്തിൽ പല വിധേന ആളുകളുടെ സ്നേഹം സമ്പാദിക്കുവാൻ, അത് നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നിലക്ക് വിശ്വാസികൾക്കിടയിൽ ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു അവരുടെ മനസ്സിനെ ഇണക്കും, സാഹോദര്യവും ഇഷ്ടവും ഇട്ടുകൊടുക്കുമെന്നാണ് ഈ ആയത്ത് നേർക്കുനേരെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് അതിന്റെ മറ്റൊരു വശം നമ്മൾ ചിന്തിക്കേണ്ടത്, പരസ്പരം മനുഷ്യർ തമ്മിലുള്ള, സഹജീവികൾ തമ്മിലുള്ള ഇഷ്ടം ആഗ്രഹിക്കുന്ന നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഇഷ്ടം അത് നേടിയെടുക്കുവാനും അതിനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്ന് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നതും ആലോചിക്കുന്നത് ഒരു വേള നല്ലതാണ്. ആളുകളുടെ ഇഷ്ടം, മാതാപിതാക്കളുടെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടം, കൂട്ടുകാരുടെ ഇഷ്ടം അത് നേടിയെടുത്ത നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്തോ? അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന ആളുകളുടെ ഒരു പവിത്രത, ഒരു ഫളൽ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദഅ ജിബ്രീൽ, ആകാശലോകത്ത് നിന്ന് അള്ളാഹു വിളിക്കും, ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമയോട് പറയും, ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ജിബ്രീലേ, ഇതാ ഇന്ന വ്യക്തിയെ, കണ്ണൂർ ജില്ലയിലെ ഇന്ന സ്ഥലത്തെ ഇന്ന വ്യക്തിയെ ഞാൻ ഇതാ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബഹ്, അതുകൊണ്ട് ജിബ്രീലേ താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയുമെന്നാണ്. നോക്കൂ, നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിക്കും. ജിബ്രീലിനോട് പറയുകയാണ്, അലൈഹിസ്സലാം, ഇതാ ഇന്നാൽ ഇന്ന വ്യക്തിയെ, ഇന്ന ഫുലാനിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ താങ്കളും ഇഷ്ടപ്പെടുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമെന്നാണ്. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറയും, സുമ്മ യുനാദി ഫിസ്സമാ, ആകാശലോകത്തേക്ക് വന്നുകൊണ്ട് ആകാശത്തിലുള്ള മലക്കുകളോട്, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബൂഹു, അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിക്കുമെന്നാണ്, വിളിച്ചു പറയുമെന്നാണ്. അതിലൂടെ മലക്കുകളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ, നമ്മൾ
മനുഷ്യന്മാരുടെ ഇഷ്ടം ലഭിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടും. എന്നാൽ അവരിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇഷ്ടം, നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മൾ കൊടുക്കുന്ന പരിഗണന നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കിട്ടാറുണ്ടോ? പലപ്പോഴും നമ്മൾ കൊതിക്കാറുണ്ടെങ്കിലും നമ്മൾ ലക്ഷ്യം വെക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രക്ക് ലഭിക്കാറില്ല, കുറവുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമെ വിളിക്കുന്നു, പറയുന്നു, പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മലക്കുകളോട് പറയുന്നു. അതിന്റെ ബാക്കി പത്രം എന്താണ്? പറയുന്നു, അവൻക്ക് ഈ ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ്. ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹു വാപ്പയും മകനും നടന്നു പോകും. മകൻ വാപ്പയോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇഷ്ടപ്പെട്ടു. മകനോട് എന്താണ് കാരണമായി? ജനങ്ങൾക്ക് എന്ത് സുതാര്യതയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്, സ്വഭാവത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, നിങ്ങളെ കേൾപ്പിച്ച ഹദീസ്, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകൾക്ക് സുതാര്യത ലഭിക്കും, അത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് താബിഈകൾ ഇഷ്ടം നേടുന്ന ആളുകളുടെ കൊടുവാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നവർക്ക് അല്ലാഹുവിന് അനിഷ്ടമായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അല്ലാഹു വെറുക്കുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നടക്കുവാൻ സാധിക്കുകയില്ല. അവർക്കൊരു സംരക്ഷണം റബ്ബ് ഏർപ്പെടുത്തുമെന്നാണ്. ഒരു ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ ആദാ ലി വലിയൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ഒരു മനുഷ്യന്റെ വലിയായിക്കൊണ്ട്, സംരക്ഷകനായിക്കൊണ്ട് ഞാൻ ആയിക്കഴിഞ്ഞാൽ എന്താണ് അവർക്കുള്ള നേട്ടം? അതിന്റെ ഒരു ദീർഘമായ ഒരു ഹദീസ് അവസാന ഭാഗങ്ങളിൽ കാണാം. അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി നടന്നെടുത്താൽ അള്ളാഹു ഓടിയെടുക്കും. അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നു പോയാൽ അള്ളാഹു നമ്മോട് ഓടിയെടുക്കും. എങ്ങനെ, എത്രമാത്രം നമ്മൾ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഐച്ഛിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വമാ യസാലു അബ്ദി യതഖറബു ഇലാ ബിന്നവാഫിൽ, കർമ്മങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്നാണ്. നമ്മൾ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കർമ്മങ്ങൾ നിരന്തരം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മളിലേക്ക് എത്തുമെന്നാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഉഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കാഴ്ച ഞാനാകും, വയദഹു അല്ലതി യബ്തിഷു ബിഹി, അവൻ പിടിക്കുന്ന കൈകൾ ഞാനാകും. എന്താണ്? നമ്മുടെ കണ്ണ് അല്ലാഹു ആകും, നമ്മുടെ കാത് അല്ലാഹു ആകും, നമ്മുടെ കൈകൾ അല്ലാഹു ആകും, നമ്മുടെ കാലുകൾ അല്ലാഹു ആകും എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ പിന്നീട് നമ്മൾ കാണുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അതിലേക്ക് മാത്രമേ നമ്മൾ നടന്നെടുക്കുകയുള്ളൂ. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം അവനിൽ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ഒരു വേള ആലോചിക്കണം. നോക്കൂ, മഹാന്മാരായ സഹാബിമാരുടെ ചരിത്രം. ഖൈബർ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. നാളെ ഖൈബർ യുദ്ധം നടക്കാനിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സസ്പെൻസ്, ഒരു പ്രഖ്യാപനം. ഇതാ, നാളെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ ഒരു വ്യക്തിക്ക് ആ യുദ്ധത്തിന്റെ പതാക ഞാൻ നൽകുകയാണ്. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? റജുലൻ, ഒരു മനുഷ്യൻ. ആ വ്യക്തിയുടെ പ്രത്യേകത നാളെ ഖൈബറിൽ ആ വ്യക്തിയുടെ ഇസ്ലാമിന്, വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല, പിന്നീട് നൽകിയ 2 വിശേഷണങ്ങളാണ് യുഹിബ്ബുല്ലാഹ വ റസൂല. മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, അവസാനിച്ചില്ല, വയുഹിബ്ബുല്ലാഹു വ റസൂലുഹു. ആ വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിന്റെ അഭിമാർ അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് ഹദീസിൽ പറയുന്നത് രാത്രി അവർ കഴിച്ചു കൂട്ടി. നാളെ ആർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പതാക നൽകുന്നത്? ഒരു ഉറക്കം കെടുത്തി ഞാനായിരുന്നെങ്കിൽ. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം ആ വ്യക്തിയിലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പെടാൻ മുഖമാണ് ഏറ്റവും മുന്നിൽ നിന്ന് പട നയിക്കേണ്ടത്. ഹാനി സംഭവിക്കാം, കൈയും കാലും അറ്റുപോകാം. സംഭവിച്ചാലും ആളിൽ ഞാൻ ഉൾപ്പെടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു, പ്രയത്നിച്ചു. രാത്രി സമ്പാദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വഭാവങ്ങൾ, ഒരുപാട് ഗുണഗണങ്ങൾ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണഗണങ്ങൾ തിരുമൊഴികളിലൂടെ പണ്ഡിതൻ പറഞ്ഞ ഒരു വാചകം പ്രവാചകന്റെ തിരുമൊഴികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? പ്രവർത്തനം കൊണ്ട്, വാക്കുകളെ നിൽക്കുന്നത് മാത്രം നമുക്ക് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കർമ്മങ്ങളും ഇന്ന് നോമ്പെടുത്തത് ആ തഖ്വയിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ? ഗൗരവത്തോടു കൂടി ആലോചിക്കും.
ഞാനൊരു മുത്തഖിയാണ്, ഞാനൊരു തഖ്വയുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, ആശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അതിലൂടെ ഞാൻ എന്റെ ജീവിതം കൊണ്ട്, ഈ ജീവിതത്തിലെ എന്റെ ഇന്ന കാര്യങ്ങളെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വയുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഖുർആനിൽ ഒരുപാട് കാണുന്ന മറ്റൊരു പ്രയോഗമാണ് തവക്കുൽ ചെയ്യും. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കാം. ആളുകൾ 3 രൂപത്തിലാണുള്ളത്. തവക്കുലിന്റെ വിഷയത്തിൽ 3 രൂപത്തിലാണ്. ഒന്ന് തവാക്കുലാണ്, എല്ലാം റബ്ബിന്, ഒന്നും രോഗമുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സബബ് നിശ്ചയിച്ച അതിനോട്, അസ്ബാബുകളോട് അടുക്കുക. അവർക്ക് അല്ലാഹ്. രണ്ടാമത്തേത് എന്താ? എല്ലാം അസ്ബാബുകളോട്, രോഗം വന്നോ മാത്രം അതല്ല ശിഫാക്കണം. ആ ചിന്ത അസ്ബാബുകളിലേക്ക് മാത്രമായി അവലംബിക്കലും അസ്ബാബുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കലും രണ്ടും തെറ്റാണ്. രണ്ടിന്റെയും നടുവിലാണ്. അസ്ബാബുകളെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിലാണ് വിശ്വാസികൾ. അങ്ങനെ യഥാർത്ഥ തവക്കുൽ നമ്മളിലുണ്ടോ, അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മളിൽ ഉണ്ടാകുമെന്ന്. മൂന്നാമത്തത് സത്യസന്ധതയാണ്. സത്യസന്ധതയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്നാണ്. മൻ സറഹു അൻ യുഹിബ്ബല്ലാഹ് വ റസൂലഹു, ആരെങ്കിലും അല്ലാഹുവും അവന്റെ റസൂലും തന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവർ ചെയ്യേണ്ടത് എന്താണ്? ഫൽയസ്ദുഖ് ഫി ഹദീസ്, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക. സത്യസന്ധത, സത്യം മാത്രം പറയുക എന്നത് വിശ്വാസിയുടെ ഗുണമാണ്. മാത്രമല്ല, അത് അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാവുന്ന ഗുണം കൂടി. സാര കാര്യങ്ങൾ ഒന്നും നഷ്ടപ്പെടാനുണ്ടാകില്ല. എങ്കിലും ആലോചിക്കാതെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ, കളവുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന ആളുകളെ കാണാൻ പറ്റും. സാരല്ല, പറ്റിപ്പോയി എന്ന് പറയാൻ ഒരു ന്യൂനത, അത് വന്നുപോയി എന്നല്ലെങ്കിൽ വീഴ്ച സമ്മതിക്കുവാൻ, സാര കാര്യങ്ങൾക്ക് പോലും കളവുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തെയാണ് തട്ടിക്കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര കൈപ്പുള്ളതാണെങ്കിലും, അതെത്ര നമുക്ക് പ്രയാസമുള്ളതാണെങ്കിലും ശരി, സത്യം പറയുവാൻ സാധിക്കണം. എത്ര തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹുവിന്റെ അടുക്കൽ, നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹുവിന്റെ അടുക്കൽ. മാത്രമല്ല, ആ സത്യം പറയുന്നതിലൂടെ ഈ ദുനിയാവിൽ നഷ്ടപ്പെടാനുള്ളത് ഹൈറായി ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ. സത്യസന്ധത എന്നത് സംരക്ഷിക്കുവാൻ, അത് കാത്തു സൂക്ഷിക്കുവാൻ കഴിയേണ്ടതുണ്ട്. നാലാമത്തെ ഗുണം അമാനത്ത്, ഉത്തരവാദിത്വം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പിതാവ് എന്നുള്ള നിലയിൽ, മകൻ എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ അധികാരങ്ങൾ ഏറ്റെടുത്തവർക്ക് അതിൻ്റെതായ പല രൂപത്തിൽ, പല വിധേന ഉത്തരവാദിത്തവരാണ്. സ്ഥാനത്തിൽ ദാവീദും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അമാനത്തിനെ വീട്ടട്ടെ, പൂർത്തീകരിക്കട്ടെ. എല്ലാം കടന്നു കടക്കാൻ പറ്റും. അതിലുള്ള ഒരു മര്യാദയാണ് സൂചിപ്പിച്ചു വന്നത് അമാനത്തിന്റെ വിഷയം. അമാനത്ത് പറഞ്ഞു, അമാനത്ത് ഉയർത്തപ്പെട്ടാൽ, അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ സൂക്ഷിക്കുക. ഖിയാമത്ത് നാളായിട്ടുണ്ട്, കൂടുതലൊന്നും കാത്തിരിക്കുക. അമാനത്ത് നഷ്ടപ്പെടുത്തുന്ന, അമാനത്ത് മുഖവിലക്കെടുക്കാത്ത, അമാനത്തിന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാത്ത ഒരു സമൂഹമാണോ, ഒരു സൊസൈറ്റിയാണോ, ആളുകളാണോ നിങ്ങൾ? നാളിന് കൂടുതലൊന്നും കാത്തിരിക്കേണ്ട, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമാത്രം ഗൗരവം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. ലജ്ജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ്. അല്ലാഹു രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നവനാണ്, സിത്തീറാണ്. ആളുകളുടെ രഹസ്യം മറച്ചു വെക്കുന്നത് അല്ലാഹു ഒരുപാട് ഗുണങ്ങൾ കാണാൻ പറ്റും. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ ഉദ്വാൻ على خاتم الأنبياء والمرسلين على آله يا أيها الذين ഏതാനും ചില ഗുണഗണങ്ങളാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ക്ഷമാലുക്കളെ, ക്ഷമ എന്തിനും ആടി ആളുകളോട് വെറുപ്പുളവാക്കുന്ന, നമുക്ക് അനിഷ്ടകരമായ ഒരു കാര്യം അതിനപ്പുറത്ത് എല്ലാം ക്ഷമിക്കാൻ പല രൂപത്തിൽ ക്ഷമയുടെ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കുന്ന പല രൂപത്തിലുള്ള പരീക്ഷണം, അതേപോലെ തന്നെ തിന്മകൾ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന ഘട്ടം, ആ ഘട്ടങ്ങളിലെല്ലാം ക്ഷമകൾ, ആളുകളുമായി പല രൂപത്തിലുള്ള, അതെല്ലാം അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അഹബ്ബ ഖൗമൻ, സമൂഹത്തെ, ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, ക്ഷമിക്കും. അങ്ങനെ അവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഓരോ ഗുണങ്ങളും ആവർത്തിക്കും. اللهم ربنا تقبل عليم